കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. അതെന്താ അങ്ങനെ? പിന്നെ നീ എന്തിനായി പഠിക്കുന്നത്? ഭദ്രയും ശിലുവും ഒരേ സ്വരത്തിൽ അത് ചോദിച്ചു. പിന്നെ ഒരു പഠിപ്പ്. ഞാൻ SLC എക്സാം കഴിഞ്ഞ് പഠിപ്പ് നിർത്താൻ ആളാണ്. ഞാൻ മാത്സിൽ അത്രയും മോശമായിരുന്നു. പക്ഷെ ആരുടെയൊക്കെ കഴിഞ്ഞ കൊണ്ട് 10 പാസ്സായി. കോട്ടയിൽ മാർക്കുള്ള കാരണം എവിടെയും അഡ്മിഷനും കിട്ടിയില്ല. അതുകൊണ്ട് എന്നെ വീടിനകത്തുള്ളൊരു പ്രൈവറ്റ് കോളേജിൽ അമ്മായി കൊണ്ട് ചേർത്തു. പിന്നീട് +1ഉം +2ഉം ഒരു പീഡനകാലമായിരുന്നു. ഒരു ഫ്രീഡം ഇല്ലാത്ത കോളേജ്. ആകെ കുറച്ച് സമാധാനം ബാത്റൂമിൽ മാത്രം. തല്ലി പഠിപ്പിക്കും നമ്മളെ. അതുകൊണ്ട് +2 പാസ്സായി. അത്യാവശ്യം മാർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. എങ്കിലും ദൂരത്തായ കാരണം ചെറിയമ്മ സമ്മതിച്ചില്ല. വീണ്ടും ആ കോളേജിൽ തന്നെ ചേർത്തു. എനിക്ക് പഠിക്കണ്ടെന്ന് കാല് പിടിച്ച് പറഞ്ഞതാ. പക്ഷെ ആര് കേൾക്കാൻ? വീണ്ടും 3 കൊല്ലം ആ കോളേജിൽ തന്നെ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയത്ത് ആ 4 ചുമരിനുള്ളിൽ എൻ്റെ കോളേജ് ലൈഫ് അങ്ങ് അവസാനിച്ചു. എൻ്റെ ഭാഗ്യത്തിന് ആ കോളേജിൽ PG കോഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മായി ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ലൈഫ് ഫുള്ള് കളറായിരുന്നു. പഠിക്കുന്ന കാര്യം വെച്ച് ബാക്കിയെല്ലാം നന്നായി നടന്നു. കോളേജിൽ ചേർന്ന 5 മാസത്തിനുള്ളിൽ ഒരു സസ്പെൻഷനും 2 വാണിങ്ങും കിട്ടി. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ ലോകം എൻ്റെ ദത്തം മാത്രം. ഇനി ഇതിലും വലിയ ദുരന്തം നിനക്ക് കിട്ടാനില്ല. ഏട്ടൻ നിന്നെ പഠിപ്പിച്ച് കൊന്നോളൂ. നിന്റെ ഈ ബുദ്ധിയും മടിയും കണ്ട് ഞാനും പലവട്ടം ചിന്തിച്ചതാ നീ എങ്ങനെ ഡിഗ്രി പാസ്സായതെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഭദ്ര അവളെ കളിയാക്കി. പിന്നെ ഓരോന്ന് പറഞ്ഞവർ കാറിനരികിലേക്ക് നടന്നു. എല്ലാവരേക്കാളും മുൻപ് ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് പാർവതിയാണ്. അവൾ വേഗത്തിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കിയ ശേഷം ദത്തൻ്റെ കാറിൽ കയറി ഡോറടച്ച ശേഷം നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ സീറ്റിലേക്ക് ഇരുന്നു. ധ്രുവിയുടെ കാറിൽ കയറാതിരിക്കാനാണ് പാർവതി ആദ്യം തന്നെ വന്ന് ദത്തൻ്റെ വണ്ടിയിൽ കയറിയത്. അവൾ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് ഒന്നുകൂടെ നോക്കി. ധ്രുവി ഇല്ലാന്ന് ഉറപ്പുവരുത്തി സീറ്റിലേക്ക് ചാരിയിരുന്നതും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു ധ്രുവി. അവൻ മിററിലൂടെ പാർവതിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. പാർവതി ഒരു നിമിഷം കാറ് മാറിപ്പോയെന്ന് വരെ സംശയിച്ചു. അല്ല, ഇത് ദേവന്റെ കാറാണ്. സബലമീ ജീവിതം പ്രേമപൂർണം പാർവതി ലോല നിൻ കരുണയാലേ. ധ്രുവി സ്റ്റിയറിംഗിൽ താളമിട്ടുകൊണ്ട് പാടി. പാർവതി ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും വർണ്ണയും ഭദ്രയും ശിലുവും കാറിൽ കയറാൻ വന്നിരുന്നു. വർണ്ണയും ഭദ്രയും അവളുടെ അപ്പുറത്തായിരുന്നു. ഭദ്രയുടെ അടുത്തായി ശിലുവും ഇരുന്നു. ധ്രുവിയേട്ടനെന്ത് ഈ കാറില്? ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ധ്രുവിയെ കണ്ട് ശിലു ചോദിച്ചു. ഒന്നുമില്ല, ഒരു ചേഞ്ചിന്. ബാക്കിയുള്ള കാറിൽ രാഗേട്ടൻ വന്നോളൂ. എനിക്ക് പകരം ഏട്ടൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പോവാം. ദത്തൻ കോ ഡ്രൈവ്സിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. രാഗേട്ടാ, ഈ കാറിനെ ഫോളോ ചെയ്താൽ മതിട്ടോ. പിന്നിലെ കാറിലുള്ള രാഗിനെ നോക്കി ധ്രുവി പറഞ്ഞ് കാറ് മുന്നോട്ടെടുത്തു. ദർശനയും രാഗിൻ്റെ ഒപ്പം അവരുടെ കാറിലാണ് കയറിയത്. വർണ്ണ എണീക്ക്. പാർവതിയുടെ തോളിൽ ചാരി ഇറങ്ങുന്ന വർണ്ണയെ ശിലു വിളിച്ചുണർത്തി. അവൾ പതിയെ കണ്ണു തുറന്നതും ത്രായമ്പകം എഴുതിയ ഗേറ്റ് കടന്ന് ഒരു 4 കെട്ട് വീടിന് മുന്നിൽ കാറ് വന്നു നിന്നു. മോഡേൺ രീതിയിൽ പണിതെടുക്കുന്ന ഒരു 4 കെട്ടായിരുന്നത്. ഇതേതാ വീട്? വർണ്ണ കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് ചോദിച്ചു. ഇതാണ് ധ്രുവേട്ടൻ്റെ തറവാട്. കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. അവർക്ക് പിന്നാലെയായി രാഗിൻ്റെ കാറും അതിൻ്റെ പിന്നിലായി ചന്ദ്രശേഖരൻ്റെ കാറും വന്നു നിന്നു. എല്ലാവരും സന്തോഷത്തോടെ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ പാർവതിയുടെ മുഖം മാത്രം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. ധ്രുവിയും മുത്തശ്ശിയും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. അടുക്കള പണിക്കൊരു ജോലിക്കാരിയും നിർത്തിയിട്ടുണ്ട്. അവർ രാവിലെ വന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകും. ഹാളിൽ ചെറിയമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് വർണ്ണ. അയ്യോ, എനിക്ക് വയ്യ ചെറിയമ്മേ, എൻ്റെ വയറ് എന്തൊക്കെയോ ഉരുണ്ട് കയറാ. അയ്യോ. അവൾ അസ്വസ്ഥതയോടെ തിരിഞ്ഞും പറഞ്ഞും കിടക്കാൻ തുടങ്ങി. ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കുട്ടിയെ നിന്നെ സദ്യ കഴിച്ചത്? ചെറിയമ്മ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കഴിച്ചതല്ല, അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചതാ ചെറിയമ്മ. എന്നിട്ട് അവൻ എവിടെ? ഏട്ടൻ പുറത്ത് പാത്തേട്ടനെയും ധ്രുവേട്ടനെയും ശ്രീയേട്ടനെയും കൂടെയുണ്ട്. സാരല്ല, ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം. അപ്പോൾ ഉരുണ്ട് കയറിൽ മാറും. ചെറിയമ്മ വർണ്ണയെ വിളിച്ച് അടുക്കളയിലേക്ക് നടന്നു. എനിക്കും വേണം. അവർക്ക് പിന്നാലെ വാല് പോലെ ഭദ്രയും ശിലു ഓടി. വർണ്ണയും ഭദ്രയും ശിലുവും നല്ല കൂട്ടാണല്ലേ? ശരിക്കും കണ്ട സഹോദരിമാരെന്നേ തോന്നുന്നു. അത് ശരിയാ ചെറിയ മുത്തശ്ശി, അവരേകദേശം ഒരേ പ്രായമാണല്ലോ. എല്ലാ കുരുത്തക്കേടും 3 ഒറ്റക്കെട്ടാണ്.
പിന്നെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നൊരു ചെറിയമ്മയും. ശരിക്കും അവർ തമ്മിൽ ഒരമ്മ മകൾ ബന്ധമാണ്. ചെറിയ കുട്ടികളെ പോലെ ചെറിയമ്മ മൂന്നിനെയും കൊണ്ട് നടക്കുന്നത്. ദർശന മുത്തശ്ശിയോടാണ് പറഞ്ഞതെങ്കിലും അമ്മയെ നോക്കിയാണ് പറഞ്ഞത്. അത് എനിക്കും തോന്നി. ഇന്നലെ വൈകുന്നേരം അവളെ ഞാൻ കല്യാണ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവൾ വന്നാ പിള്ളേരുടെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ലെന്നാ, അതുകൊണ്ട് വരുന്നില്ലെന്ന്. ചെറിയ മുത്തശ്ശിയും ചിരിയോടെ പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ ദത്തൻ്റെ അമ്മയുടെ മനസ്സിനെ പിടിച്ചുലച്ചിരുന്നു. നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. എങ്കിലും മിനിറ്റിന് അത് തന്നെ പറഞ്ഞ് സമാധാനം കളഞ്ഞതും ചെറിയ മുതച്ച് അവൾ മുകളിലെ ഗസ്റ്റ് റൂമിലേക്ക് പറഞ്ഞയച്ചു. ക്ഷീണം കൊണ്ട് വർണ്ണ ബെഡിൽ വന്ന് കിടന്നതും പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നെറ്റിയിലൊരു ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് വർണ്ണ പതിയെ കണ്ണു തുറന്നത്. തൻ്റെ മുന്നിൽ കുസൃതി ചിരിയോടെ ഇരിക്കുന്ന ദത്തൻ. അവനെ കള്ളച്ചിരി കണ്ട് വർണ്ണ എന്താന്ന രീതിയിൽ പുരുകം ഉയർത്തി അവനെ നോക്കി. ദത്തന് അതേ കള്ളച്ചിരിയോടെ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് കണ്ണുകൾ കൊണ്ട് എന്തോ കാണിച്ചു. വർണ്ണ ഒന്നും മനസ്സിലാവാതെ അവൻ കാണിച്ച സ്ഥലത്തേക്ക് നോക്കിയതും തെന്നി മാറി കിടക്കുന്ന തൻ്റെ ധാവണി. അവൾ ഞെട്ടിക്കൊണ്ട് ധാവണിയുടെ ഷാള് നേരെയാക്കാൻ നിന്നതും ദത്തൻ അത് തടഞ്ഞുകൊണ്ട് അവളുടെ മുകളിൽ ഇരു കൈകളും കുത്തി നിന്നു. രാവിലെ മുതൽ എൻ്റെ കുട്ടിയെ ഇങ്ങനെ അടുത്ത് കിട്ടാനേ നോക്കിയിരിക്കാതെ ഞാൻ, അറിയോ? ദത്തൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞതും അവനെ നോട്ടം താങ്ങാനാവാതെ വർണ്ണ നോട്ടം മാറ്റി. എന്ത് രസമാണ് നിന്നെങ്ങനെ കാണാൻ, കടിച്ചു തിന്നാ തോന്നുക. ദത്തൻ പതി അവളുടെ കവിളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നോട് മിണ്ടണ്ട. നീ എന്നെ നോക്കി പേടിപ്പിച്ചില്ല ഉച്ചക്ക്. എന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ? പോ, എന്നെ തൊടണ്ട. വർണ്ണ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി. അതെൻ്റെ കുട്ടിക്ക് വേണ്ടിയല്ലേ, നന്നായി ഫുഡ് കഴിച്ചാലല്ലേ എൻ്റെ കുട്ടി വലുതാവൂ. അവൻ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചു. പക്ഷെ അപ്പോൾ സാധാരണ ദത്തൻ്റെ കണ്ണുകളിൽ കാണാറുള്ള വാത്സല്യമല്ല അവൻ്റെ മുഖത്ത്. പകരം വർണ്ണയോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രമായിരുന്നു. ചെറിയമ്മ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് വയറുവേദനയാണെന്ന്. എന്നിട്ട് ഇപ്പോൾ കുറഞ്ഞോ? ദത്തൻ അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ എൻ്റെ വയറിൽ എന്തോ ഉരുണ്ട് കയറുന്നുണ്ട്. അവൾ മുഖം ചുളിച്ചുകൊണ്ട് പരാതിയോടെ പറഞ്ഞു. എന്താ? ദത്തനൊന്ന് നോക്കട്ടെ. അവളുടെ കാതിൽ പറഞ്ഞ ശേഷം ദത്തൻ അവളുടെ ചെവിക്ക് പിന്നിലായി ഉമ്മ വെച്ചു. വേണ്ട, നീ ഒന്നും നോക്കണ്ട. വേണം, ഞാൻ നോക്കും. അത് പറഞ്ഞ് ദത്തൻ അവളുടെ മേലുള്ള ധാവണിൽ ഷാളിൻ്റെ പിന്നടിച്ച് മാറ്റിയതും വർണ്ണം ഞെട്ടി ബെഡിൽ നിന്ന് ചാടി എണീക്കാൻ നിന്നു. പക്ഷെ ദത്തൻ അതിന് സമ്മതിക്കാതെ അവൾ ബെഡിലേക്ക് തന്നെ കിടത്തി. ദത്ത. അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് അവൻ മൂളിയതും വർണ്ണക്ക് വാക്കുകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ദത്തൻ അവളുടെ കൈകൾ ഇരു സൈഡിലേക്കും വെച്ച് അവളുടെ കൈകൾ ലോക്ക് ചെയ്തു. ദത്തൻ്റെ മുഖം അവളുടെ കഴുത്തിലൂടെ ഒഴുകി നടന്നുകൊണ്ടേയിരുന്നു. അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ച് ദത്തൻ്റെ ചുണ്ടുകൾ പതിയെ താഴേക്ക് ചലിച്ചതും വർണ്ണയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൻ അവളുടെ മാറിൽ ചേർന്ന് കിടന്ന ആലിലത്താലി അമർത്തി ചുംബിച്ചു. ശേഷം അവളുടെ കയ്യിൽ കോർത്തു പിടിച്ച് തൻ്റെ കൈകൾ അടർത്തി മാറ്റി അവളുടെ ഇടത് കൈയിലെ തോളിൽ നിന്നും പതിയെ ഡ്രസ്സ് താഴേക്ക് മാറ്റി. വർണ്ണയുടെ ഇടത് തോളിലെ നഗ്നമായ ഭാഗത്ത് തെളിഞ്ഞു കാണുന്ന മാറിൽ അവൻ അമർത്തി ചുംബിച്ചു. അവൻ്റെ ചുണ്ടിൻ്റെ ഓരോ സ്പർശനവും വർണ്ണയെ വല്ലാതെ ഉരച്ചിരുന്നു. വർണ്ണയുടെ കൈ ബെഡ്ഷീറ്റിൽ ഒരു ആശ്രയം എന്ന പോലെ മുറുകെ പിടിച്ചു. ദത്തൻ ഒന്നുകൂടെ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. മതി വരാത്ത പോലെ വീണ്ടും വീണ്ടും അവളുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും ഭ്രാന്തമായി മാറി മാറി നുകർത്തുകൊണ്ടിരുന്നു. അവസാനം അവനൊരു കിതപ്പോട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു. അപ്പോഴേക്ക് ദത്തൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അലഞ്ഞുകൊണ്ടേയിരുന്നു. അതവളുടെ നഗ്നമായ അണിവയറിൽ വന്നു നിന്നതും വർണ്ണ അവൻ്റെ കൈകളെ തടഞ്ഞു. പക്ഷേ അവൻ അവളുടെ എതിർപ്പിനെ മറികടന്ന് അവളുടെ അണിവയറിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ ആ ആദ്യ സ്പർശനത്തിൽ വർണ്ണ നീങ്ങിപ്പോയിരുന്നു. ദത്തൻ്റെ താടിരോമങ്ങൾ അവളുടെ വയറിലൂടെ ദിശയില്ലാതെ ഒഴുകി നടന്നു. ദത്തൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ അണിവയറിൽ പതിയൊന്ന് കടിച്ചതും വർണ്ണയുടെ കൈ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. വർണ്ണയുടെ ആ പിടച്ചിലിൽ അവനിൽ വികാരത്തിൻ്റെ തിരമാലകൾ തന്നെ സൃഷ്ടിച്ചു. ദത്തേട്ടാ. ദത്തൻ അവളുടെ പൊക്കിൽ ചുഴിയിൽ ചുണ്ടു ചേർത്തതും വർണ്ണയൊന്ന് നീങ്ങി. അവളുടെ ആ വിളി ദത്തനെ ഒരു നിമിഷം നിശ്ചലനാക്കി. അവൻ തലയുയർത്തി നോക്കിയതും കണ്ണുകൾ ഇറുകെ അടച്ച് കിടക്കുകയാണ് വർണ്ണ. അവൾ വല്ലാതെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ദത്തൻ ഉയർന്ന് അവളുടെ മുഖത്തിന് നേരെ കൈകൾ കുത്തി നിന്നു. അവളുടെ ഇരുമിഴികളിലും ചുണ്ടു ചേർത്തതും വർണ്ണ പതിയെ കണ്ണു തുറന്നു. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. ദത്തൻ്റെ ആ നോട്ടം അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിയിരുന്നു. നീ എന്താണ് വിളിച്ചത്? ദത്തൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. വർണ്ണ എന്നാൽ ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കിടക്കുകയാണ് ചെയ്തത്. പറ കുഞ്ഞേ, നീ എന്താണ് വിളിച്ചേ? അവൻ വീണ്ടും ചോദിച്ചു. ദത്താന്ന്. അല്ല. അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് അവൻ പറഞ്ഞു. അതെ ദത്ത. അല്ല. അവൻ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. അതെ ദത്ത. അല്ല.
അവളുടെ മാറിലേക്ക് മുഖം ചേർക്കാൻ നിന്നതും വർണ്ണ അവനെ തടഞ്ഞു. ദത്തേട്ടാ, അവൾ പതർച്ചയോടെ വിളിച്ചു. ദത്തൻ ഒന്നും മിണ്ടാതെ അവളുടെ മേലിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലിരുന്നു. വർണ്ണ വേഗം ഒരു ആശ്വാസത്തോടെ ദത്തൻ അടിച്ചു മാറ്റിയ ധാവണിയുടെ ഷാളെടുത്ത് മേലോട്ടിട്ടു. എന്നാൽ ദത്തൻ അവളെ തന്നെ നോക്കി തൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടൺസുകളും അഴിച്ച് ഷർട്ട് ഊരി താഴേക്കിട്ടു. ശേഷം വർണ്ണയുടെ ധാവണിയുടെ ഷാള് മാറ്റി അവളിലേക്ക് വീണ്ടും ചേർന്നു. അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് അവൻ അങ്ങനെ കിടന്നു. എൻ്റെ കുട്ടി പേടിച്ചു പോയോ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദത്തൻ ചോദിച്ചു. എന്നാൽ വർണ്ണ ഒന്നും മിണ്ടാതെ കിടക്കുകയാണ് ചെയ്തത്. എനിക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലടാ. എനിക്കറിയാം എന്നെക്കുറിച്ച്. അതാ ഞാൻ ഈ ധാവണിയൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. അപ്പം നിനക്കായിരുന്നില്ലേ ഇത് തന്നെ വേണമെന്ന് വാശി? ഒരു നിമിഷം നീ എന്നെ ദത്തേട്ടാന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പം എനിക്ക് എന്നെ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നീ ചെറിയ കുട്ടിയാണെന്ന് എൻ്റെ മനസ്സ് ഓരോ നിമിഷം എന്നോട് പറയുമ്പോഴും അതിനേക്കാൾ ഇരട്ടി എൻ്റെ പ്രണയം അതിനെ തടയുകയാണ്. ആ പ്രണയം എല്ലാ രീതിയിലും നിന്നിലേക്ക് നിറക്കാൻ എൻ്റെ മനസ്സ് കൊതിക്കുക. നീ ഒരുപാട് പേടിച്ചു പോയല്ലേ? നിനക്കെന്നോട് ദേഷ്യമുണ്ടോ കുഞ്ഞെ? നിന്നോട് സമ്മതം ചോദിക്കാതെ നിന്റെ എതിർപ്പുകൾ നോക്കാതെ ഞാനിങ്ങനെ ചെയ്തതിന്? ദത്തൻ അവളോട് ചോദിച്ചുവെങ്കിലും വർണ്ണയുടെ മൗനം ദത്തനിൽ വേദന സൃഷ്ടിച്ചു. സോറി. വർണ്ണയുടെ മേലിൽ നിന്ന് ദത്തൻ എണീറ്റ് മാറാനായി വരുന്നു. പോവല്ലേ ദത്ത, ഇങ്ങനെ കുറച്ചു നേരം കൂടെ കിടക്ക്. വർണ്ണ ദത്തനെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞതും ദത്തൻ അവളെ വിശ്വാസം വരാതെ നോക്കി. വർണ്ണ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ദത്തൻ അവളുടെ മാറിലെ ചൂടേറ്റ് അങ്ങനെ കിടന്നു. വർണ്ണ അവൻ്റെ നെറുകയിലൂടെ പതിയെ തലോടിക്കൊണ്ടിരുന്നു. കുഞ്ഞേ. ദത്ത, ഇത്രയും കാലം എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ തോളിലാ മറുകായിരുന്നു. പക്ഷേ ഇപ്പത് മാറി. ദത്തൻ അവളെ നോക്കി പറഞ്ഞതും വർണ്ണ മനസ്സിലാവാതെ നെറ്റിച്ചുടിച്ചു. ദത്തൻ അവളുടെ നെറ്റിയിൽ വിരൽ തൊട്ട് പതിയെ താഴേക്ക് ചലിപ്പിച്ചു. അവൻ്റെ വിരൽ അവളുടെ മൂക്കിലൂടെയും കഴുത്തിലൂടെയും നെഞ്ചിലൂടെയും ചലിച്ച് വായിലെ പോക്കൽ ചുടിക്ക് താഴെയായി വന്നു നിന്നു. നിനക്കിവിടെയായി ഒരു മറുകുണ്ടല്ലേ? അവളുടെ അരയിൽ തൊട്ട് ദത്തൻ പറഞ്ഞു. നിനക്ക് പോയി ഒരു നാണോ മാനോ ഇല്ലാതായി. എന്തൊക്കെ ഈ പറയുന്നേ? വർണ്ണ കണ്ണുരുട്ടി പറഞ്ഞു. ഞാനെന്തിനു നാണിക്കണം? ഞാൻ എൻ്റെ സ്വന്തം ഭാര്യയോടല്ലേ പറഞ്ഞത്. നിന്റെ ഈ ശരീരം മുഴുവൻ എൻ്റെയല്ലേ. അപ്പം എനിക്ക് പറയാൻ നാണൊന്നും വേണ്ട. ദത്തൻ അവളുടെ അണിവയറിലൂടെ വിരൽ കൊണ്ട് ദേവദത്തനെന്ന് എഴുതിയതും വർണ്ണം ഉയർന്നു പൊങ്ങി.